പ്രിയരെ, കുക്കിയും കയ്യടിയും ഇന്ന് വളരെ വ്യത്യസ്തമായ ചില കഥകൾ പറയാം. നമുക്ക് പാബ്ലോ നെരൂദയുടെ വിഖ്യാതമായൊരു കവിതയുണ്ട്. നിന്റെ ആത്മവേദനകൾ മുത്തായി ജ്വലിക്കുമ്പോൾ ആര് ചോദിക്കുന്നു വെളിച്ചം എന്നുള്ളത്. റഹീം പ്രവാസ ജീവിതത്തിൽ ഇരുട്ടിലായിരുന്നു, ഇരുണ്ട തടവറയിലായിരുന്നു. മനോഹരമായ ജീവിത ദർശനത്തിനപ്പുറത്ത് ഒരുപാട് സ്വപ്നങ്ങളുടെ 18 വർഷങ്ങളാണ് വല്ലാതെ വേദനിച്ച് കടന്നുപോയത്. അയാളൊരു നൊമ്പരമായിരുന്നു, പ്രവാസ ലോകത്ത് ഒരു കാഴ്ചയായിരുന്നു, ഒരു വിതുമ്പലായിരുന്നു. പക്ഷെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. നമ്മുടെ മെഗാസ്റ്റാറുകൾ ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ബുദ്ധിജീവികൾ, നമ്മുടെ സാംസ്കാരിക നവോത്ഥാന നായകന്മാർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചാരിറ്റിയുടെ മൈക്കുമെടുത്ത് നടക്കുന്ന നന്മമരങ്ങളും റഹീമിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചാനലുകൾ അശ്ലീലത വിളമ്പുന്ന അരോചക കാഴ്ചകളുടെ ബിഗ് ബോസിന്റെ തിരക്കിലായിരുന്നു. അവർ അതിന്റെ പണിപ്പൂരയായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മതവും ജാതിയും ഉപജാതിയും അതിനപ്പുറത്തുള്ള വർണ്ണങ്ങളും വർഗങ്ങളും ഒക്കെ ഛർദിച്ച് തീർക്കുകയായിരുന്നു. നമ്മുടെ സ്ഥിരം ബുദ്ധിജീവികൾ നവലിബറൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര രീതികളെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടേയിരുന്നു. നമ്മളെപ്പോലും മൗനത്തിലായി കിടന്നുറങ്ങി. നമ്മുടെ മണിയറകളിൽ നല്ല അത്തറും സുഗന്ധവും ഒക്കെ പൂശി നമ്മളിങ്ങനെ കിടന്നുറങ്ങി. പക്ഷെ ഒരാൾ തെരുവിലുണ്ടായിരുന്നു. അയാൾ തെരുവിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ തെരുവിൽ നിന്ന് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ തെരുവിൽ നിന്ന് നൃത്തം ചവിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അയാളൊരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു ഈ ചുട്ടുപൊള്ളുന്ന ദൈന്യതയാർന്ന അതിതീഷ്ണമായ നമ്മുടെ ഞരമ്പുകളെ പോലും കൊച്ചു വലിച്ച് വേദനിപ്പിക്കുന്ന ചൂടിന്റെ നടുവിലും അയാളൊരു ടൈറ്റിൽ എഴുതിയിരുന്നു, യാചകയാത്ര. പക്ഷെ മലയാളികൾക്ക് അയാളൊരു കോമാളിയായിരുന്നു, അയാളൊരു ചാർലി ചാപ്ലി ആയിരുന്നു. നമ്മൾ പലപ്പോഴും അയാളെ ചാർലി ചാപ്ലിനായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളയാളെ ദിലീപിന്റെ പടങ്ങളിലെ ദിലീപിന്റെ ക്യാരക്ടറുമായിട്ട് അയാളെ സംയോജിപ്പിച്ചിട്ടുണ്ട്, കോർത്തിണക്കിയിട്ടുണ്ട്. അയാളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നമ്മൾ വല്ലാതെ പരിഹസിച്ചിട്ടുണ്ട്, നമ്മൾ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. മാധ്യമ പാഠശാലയിൽ നിന്നൊന്നും പഠിക്കാതെ മതവും ജാതിയും മാത്രം പറഞ്ഞ് പത്രപ്രവർത്തനത്തിന്റെ മൂലകാരണവരാണ് ഞാനെന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരു മറുനാടൻ അയാളെ കുറിച്ച് നിരന്തരമായി തെറി വിളിച്ചു കൊണ്ടിരുന്നു. അയാളുടെ ഫൂട്ടേജുകൾ മലയാളികൾക്ക് കൊടുത്തിരുന്നു. അയാൾ കള്ളനാണെന്ന് പറഞ്ഞിരുന്നു, അയാൾ മഹാമോശക്കാരനാണെന്ന് പറഞ്ഞിരുന്നു, അയാൾ പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞിരുന്നു, അയാളുടെ ആകാര സൗഭാഗ്യങ്ങളെ കുറിച്ച് വളരെ മോശമായ കമന്റ് ഇട്ടിരുന്നു മറുനാടൻ. അയാളുടെ പേര് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ ആണ്. ഈ ബോച്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കോമാളിത്തരത്തിനും എല്ലാ ചാർലി ചാപ്ലിൻ പേരുകൾക്കും നടുവിലിരുന്നു കൊണ്ട് ഉച്ചത്തിൽ ഒരു വലിയ സ്നേഹത്തിന്റെ സംഗീതം പൊഴിച്ചത്. റഹീമെ, നിന്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, മലയാളിയുണ്ട് എന്നുള്ളത്. ഒരു മദർ തെരേസയെ പോലെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മദർ തെരേസയുടെ ഒരു ഡോക്യുമെന്ററിയിൽ ഒരു പശ്ചാത്തലം വിവരിക്കുന്നുണ്ട്. അത് പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ പിന്നെ കൽക്കത്തയിൽ നിറങ്ങുന്ന ഒരു പത്രത്തിൽ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു മഴ നനഞ്ഞുപോയ രാത്രിയിൽ ഈ കൽക്കത്തയിലെ കാളികെട്ട് ക്ഷേത്രത്തിനടുത്തേക്ക് രാത്രി ഏകദേശം 1:30 മണിക്ക് മദർ തെരേസയും പ്രിയപ്പെട്ട മദർ തെരേസയും തൻ്റെ സഹപ്രവർത്തകരായ കുറച്ച് കന്യാസ്ത്രീകളും മഴ നനഞ്ഞു പോയ ഒരു രാത്രി എന്നാണ്
ആ പത്രം വിശേഷിപ്പിക്കുന്നത്. മഴ പ്രണയപൂർവ്വം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മഴ നനഞ്ഞ് ഒരു ജിപ്സി വാൻ മദറും തൻ്റെ കന്യാസ്ത്രീകളായ സഹപ്രവർത്തകരും കൂടെ പോകുമ്പോൾ കാളിഘട്ട് ക്ഷേത്രത്തിനടുത്താണ് സ്നേഹഭവൻ നിലനിൽക്കുന്നത്. അവർ കുറേ പോകണം. അവിടെ പെട്ടെന്ന് മദർ ഡ്രൈവറോട് പറയുകയാണ്, മദർ തെരേസ വണ്ടി നിർത്തൂ, ഒരനക്കം കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പീഡികത്തിനിടയിൽ ഈ മഴ നനഞ്ഞുപോയ ആ രാത്രിയിൽ മദർ തെരേസ തൻ്റെ സഹപ്രവർത്തകരെയും കൂട്ടി തൊട്ടടുത്ത കടത്തണയിലേക്ക് പോകുമ്പോൾ ഒരു ചാക്കുകെട്ട് കാണുന്നു. ചാക്കുകെട്ട് അനങ്ങുന്നു. ഒരു കാൽവിരൽ മാത്രം പുറത്തുണ്ട്. ഇത് പുഴുവരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും പുഴുവരിച്ച നിലയിലാണ് കാൽപാദങ്ങൾ ഉണ്ടായിരുന്നത്. തൻ്റെ സഹപ്രവർത്തകരോട് അവരെ താങ്ങാൻ പറയുന്നു. ആ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫി അവാർഡൊക്കെ മേടിച്ച മലയാള മനോരമയൊക്കെ കേരളത്തിൽ 1-ാം പേജിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അതിമനോഹരമായ ഒരു പിക്ചറായിരുന്നു. അസീസ് സേട്ട് എന്ന് പറയുന്ന ബംഗാളിലെ കൽക്കത്തയിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ആ തെരുവിൽ നിന്ന് പുഴുവരിച്ച് ആ മനുഷ്യനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കാളി ക്ഷേത്രത്തിനടുത്തുള്ള സ്നേഹഭവനിൽ കൊണ്ടുപോയി 26-ാമത്തെ ദിവസം അസീസ് സേട്ട് എന്ന് പറയുന്ന ആ മനുഷ്യൻ മരിക്കുമ്പോൾ ലോകത്തോട് മദർ തെരേസ പറഞ്ഞത് ആ അനക്കം നിലച്ചു, ലോകത്തിൻ്റെ സ്നേഹം നിലച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിലൂടെ മദർ തെരേസ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജിൻ്റെ പേര് സ്നേഹം എന്നായിരുന്നു, ലവ് എന്നായിരുന്നു. മദർ തെരേസയുടെ ആ ഒരു ചെറിയ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം സ്നേഹത്തിൻ്റെതാണെങ്കിൽ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ മാനേജിംഗ് ഡയറക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോമാളിത്തരത്തിലേക്ക് മലയാളി എത്തിച്ച, കോമാളിത്തരത്തിലേക്ക് നമ്മൾ വലിച്ചയച്ച, നമ്മൾ നിരന്തരമായി ചാർലി ചാപ്ലിനാണെന്ന് പറഞ്ഞ ചട്ടയും മുണ്ടും എടുത്തുകൊണ്ട് ഒരു MD എന്തിനാണ് കോട്ടും സൂട്ടും ഇടാതെ ഇങ്ങനെ നടക്കുന്നത്, ഇയാൾക്ക് കോട്ടും സൂട്ടും ഇട്ടൂടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കെട്ടകാലത്തിന് നടുവിൽ നിന്നാണ് അയാൾ ഒരു നന്മയുടെ പൂമരമാകുന്നത്, അയാൾ വസന്തത്തിൻ്റെ കാവൽക്കാരനാകുന്നത്, അയാൾ സ്നേഹത്തിൻ്റെ പ്രവാചകനാകുന്നത്. ഞങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂരിൻ്റെ പരസ്യം വേണ്ട, ഞങ്ങൾക്ക് ബോച്ചയുടെ പൈസ വേണ്ട, ഞങ്ങൾക്ക് അയാളുടെ ആശീർവാദം വേണ്ട. പക്ഷെ ഒരു ബോച്ചെ ഒന്ന് നിലവിളിച്ചപ്പോൾ മലയാളിയുടെ സംഘബോധം ഉണർന്നു. സംഘപരിവാറിന്റെ ബോധമല്ല ഉണർന്നത്, സ്നേഹത്തിന്റെ സംഘബോധമാണ്. ആ സംഘബോധത്തെയാണ് നമ്മൾ സ്നേഹം എന്ന് വിളിക്കേണ്ടത്. ഒന്നിച്ചു കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പാത്രമായിരുന്നു. അതിൽ മതമുണ്ടായിരുന്നില്ല, ജാതി ഉണ്ടായിരുന്നില്ല, പാർസി ഉണ്ടായിരുന്നില്ല, ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല, മുസൽമാൻ ഉണ്ടായിരുന്നില്ല. ഒരു ബഹുസ്വരതയുടെ ചോറ്റുപാത്രമായിരുന്നു ബോച്ചയ്ക്ക് മുമ്പിൽ അണിനിരന്നത്. മലയാളികൾ കൈമറന്ന് സഹായിച്ച് കോടീശ്വരന്മാരായ എത്ര വ്യവസായ പ്രമുഖരുണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ. വട്ടിപ്പലിശ കൊടുത്ത് സിനിമയെടുത്ത് കോടീശ്വരനായ ഗോകുലം ഗോപാലൻ മുതൽ കല്യാണരാമന്മാർ വരെ, നമ്മൾ സ്വർണമെടുത്ത് വലിയ വലിയ ആകാശത്തോളം മലയാളി ഉയർത്തിയ മലബാർ ഗോൾഡുകാരൻ വരെ ഇല്ലേ ഇവിടെ? ആരെങ്കിലും ഒന്ന് തെരുവിലിറങ്ങിയോ? ശീതീകരിച്ച മുറിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് തെരുവിലിറങ്ങിയോ? യാചകയാത്രയിൽ, ഈ സ്നേഹയാത്രയിൽ റഹീമിനോടൊപ്പം പങ്കാളിയാവാൻ അയാൾ അങ്ങനെ വെറുതെ മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങിയ ഒരു ബോച്ചയായിരുന്നില്ല. അയാൾ തൻ്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപ നിക്ഷേപിച്ചു. അമ്മയുടെ കയ്യിൽ നിന്ന് അയാൾ 1,00,000 രൂപ മേടിച്ചു കൊടുത്തു. എന്നിട്ടും അയാൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഈ നോട്ടുകെട്ടുകൾ സ്നേഹത്തിൻ്റെ നോട്ടുകെട്ടുകളാണ്. കള്ളന്മാരെയും ഈ കള്ളനാണയങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ എവിടെയോ അകന്നുപോയ നമ്മുടെ മനസ്സുകളെ ഒരുപാട് വ്യവസായ പ്രമുഖർ, രാഷ്ട്രീയക്കാർ, മെഗാസ്റ്റാറുകൾ, അനങ്ങിയാലി ചാരിറ്റിയും പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളില്ലേ ഇവിടെ? നന്മമരങ്ങൾ, കെട്ടമരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇയാളൊരു വിശുദ്ധമാക്കപ്പെട്ട ഒരു മതമാണ്. ഈ ബോച്ച എന്നുള്ളത് ഒരു ആശയമാണ്. ആ ആശയം മലയാളി നെഞ്ചിലേറ്റേണ്ട ഒരാശയമാണ്. കാരണം ഒരാൾ എനിക്ക് ആ ടൈറ്റിൽ തന്നെ ഭയങ്കര ഇഷ്ടമായി, യാചകയാത്ര. അയാൾക്ക് വലിയ വലിയ സൂട്ട് റൂമുകളിൽ കിടന്നുറങ്ങി ആഹ്വാനം ചെയ്യാമായിരുന്നു അയാളുടെ സ്റ്റാഫുകളോട്, HR മാനേജറോട്, അവിടുത്തെ PR വർക്ക് ചെയ്യുന്ന ആളുകളോട് ഇങ്ങനെയൊരു സംഭവമുണ്ട്, കുറച്ച് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുമായിരുന്നു. പക്ഷേ മലയാളിയുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് പതുക്കെ ഒന്ന് ഇറങ്ങുകയായിരുന്നു. ആ ഇറക്കം ഒരു മലകയറ്റം പോലെയായി. മലകയറി സ്നേഹത്തിൻ്റെ മലകയറി ബോച്ചെ മലയാളിയുടെ പ്രിയപ്പെട്ടവനായി. ഇനി നിങ്ങൾക്ക് അയാളെ ഒരിക്കലും ഒരു കോമാളിയാക്കാൻ പറ്റില്ല, അയാളെ ഒരിക്കലും പെണ്ണുപിടിയനാക്കാൻ പറ്റില്ല, അയാളെ ഒരിക്കലും
വസ്ത്രധാരത്തിന് പേരിൽ നിങ്ങൾക്ക് വസ്ത്രാക്ഷേപം നടത്താൻ പറ്റില്ല. ഇനി ഒരു മറുനാടൻ മലയാളിക്കും അയാൾ ഒരു വർഗീയവാദിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളൊരു മനുഷ്യ സ്നേഹിയാണെന്ന് അയാൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അയാളുടെ ഉന്മത്തമായ ലഹരി മനുഷ്യനാണ്, ഹ്യൂമാനിറ്റിയാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ തെളിയിച്ചു കഴിഞ്ഞു. ബോച്ചയ്ക്ക് ഞങ്ങളൊരു കയ്യടി കൊടുക്കുകയാണ്, സ്നേഹത്തിൻ്റെ കയ്യടി. കുക്കിയും കയ്യടിയുമാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ. പക്ഷേ ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു കയ്യടി കൊടുക്കുകയാണ് ബോച്ചയ്ക്ക്, ആശീർവാദത്തിൻ്റെ. ഒരുപാട് വ്യവസായ പ്രമുഖർ ശീതീകരിച്ച മുറിയിൽ കിടന്നുറങ്ങിയപ്പോൾ തെരുവിൽ ഈ ചുട്ടുകൊള്ളുന്ന ഈ വെയിലിൽ നിന്ന് നടന്ന് ഈ തെരുവ് മുഴുവൻ സ്നേഹസാന്ദ്രമാക്കി കടന്നുപോയ ബോച്ചെ, ഐ ലവ് യു ബോച്ചെ, ഐ ലവ് യു. ജയ് ഹിന്ദ്.